നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിൻകര വ്ളാത്താങ്കരയിൽ നിന്നും ഒരു കൊലപാതക വാർത്ത നമ്മൾ അറിഞ്ഞു. ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിരുന്നില്ല. കാരണം പ്രതിയുടെ മൊഴി പുറത്തു വന്നതിന് ശേഷമാകാം അതെന്ന് കരുതി. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് വിഷ്ണു എന്ന ആൾ. എൻ്റെ അധ്യാപകനായിരുന്നു. 9 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിഷ്ണു സാർ എന്ന് വിളിച്ച് ഒരു ശീലമായി പോയി. എനിക്ക് പരിചയമുള്ള സമയത്ത് ആ മനുഷ്യനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രത്തോളം മര്യാദയുള്ള അധ്യാപകൻ അവിടെ വേറെ ഇല്ലായിരുന്നു. പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഞങ്ങളുടേത്. പക്ഷേ എന്തെങ്കിലും ഒരു ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാത്ത അധ്യാപകർ ഞങ്ങൾക്കന്ന് ഇല്ലായിരുന്നു. വെറുതെ ലൈറ്റായിട്ടുള്ള പരിഹാസങ്ങളൊക്കെ ആയിരിക്കും. എല്ലാ അധ്യാപകരും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അനാവശ്യമായിട്ടുള്ള തമാശകൾ പറയുക, ക്ലാസ് ടൈം വെറുതെ കളയുക, ആവശ്യമില്ലാത്ത ടോപ്പിക്കുകൾ സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല അധ്യാപകരും ചെയ്തിരുന്നു. പക്ഷെ അക്കൂട്ടത്തിൽ ഒന്നും പെടാത്ത വളരെ മര്യാദക്കാരനായിട്ടുള്ള ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ള ആളായിരുന്നു വിഷ്ണു സാർ. അപ്പോൾ കഴിഞ്ഞ ദിവസം വിഷ്ണു സാർ ഇങ്ങനെ അൽമയെ കൊലപ്പെടുത്തി. അൽമ എന്നാണ് കൊല്ലപ്പെട്ടിരിക്കുന്ന ആ യുവതിയുടെ പേര്. 33 വയസ്സേ ഉള്ളൂ. അൽമ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അങ്ങനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആർക്കും, വിഷ്ണു സാറിനെ പരിചയമുള്ള വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യുമോ? വാർത്ത മാറിപ്പോയതാണോ, ആള് മാറിപ്പോയതാണോ എന്നതൊക്കെയായിരുന്നു നമ്മുടെ ഒരു സംശയം. ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. 10 വർഷമായി വിവാഹം കഴിച്ചിട്ട് ഇവർക്ക് കുട്ടികളില്ല. അപ്പോൾ പ്രതിയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നത് പ്രകാരം സംശയമുണ്ടായിരുന്നു. അതായത് ഈ അൽമ ഒരു യൂട്യൂബർ ആയിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. ഒരുപാട് വളർത്തു നായകളും പൂച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ പലരുമായിട്ടും മെസ്സേജ് അയക്കലോ ചാറ്റിങ്ങോ ഒക്കെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അതിന് പുറമെ ഇവർക്ക് 10 വർഷമായി കുട്ടികളില്ല എന്ന് പറഞ്ഞല്ലോ. അതിൽ എപ്പോഴും ഒരു കുറ്റപ്പെടുത്തൽ ഈ ഭർത്താവ് കേൾക്കേണ്ടി വന്നിരുന്നു ഭാര്യയുടെ ഭാഗത്തു നിന്ന്. അതിലൊക്കെ സഹികെട്ടാണ് ഒരു നിമിഷത്തെ തോന്നലിൽ ഇത് ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണെന്ന് കരുതി, നമ്മളോട് മര്യാദക്കാരനായിരുന്നു എന്ന് കരുതി സ്വകാര്യ ജീവിതത്തിൽ അവരെങ്ങനെയുള്ള ആളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് മറ്റൊരു കാര്യം. ഞാൻ ഈ വിഷയത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നതും ആരുടെ ഭാഗത്തു നിന്നുള്ള ന്യായവുമല്ല. പക്ഷേ പറയേണ്ട ചില കാര്യങ്ങൾ ഈ സമയത്ത് പറയാതിരിക്കാൻ നിവൃത്തിയുമില്ല. ഈ ചില സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സോഷ്യൽ മീഡിയയിലും സൊസൈറ്റിയിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളവരായിരിക്കും. അവരൊക്കെ ചിലപ്പോൾ വീട്ടിൽ ഇത്തിരി അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പായിരിക്കും. വീട്ടിലധികം സംസാരമൊന്നുമില്ല. ഈ വീട്ടിൽ പട്ടി വേട്ടയ്ക്ക് കൊള്ളില്ല എന്ന് പറയില്ലേ. ചിലർ വീട്ടിൽ ഭയങ്കര ആക്റ്റീവായിരിക്കും, പുറത്തു പോയാൽ അധികം സംസാരിക്കുകയൊന്നുമില്ല. വേറെ ആളുകൾ നേരെ തിരിച്ചായിരിക്കും. അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ചിലപ്പോൾ പുറത്തായിരിക്കും കിട്ടുന്നത്. അവർക്ക് അവരെ തന്നെ കണ്ടെത്താൻ കഴിയുന്നത് പുറത്തുള്ള ജീവിതത്തിലായിരിക്കും. അതായിരിക്കും അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ റീസൺ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് മാത്രം അവൾക്ക് സംസാരിക്കാൻ സമയമില്ല, അല്ലെ എന്നോട് മാത്രം അവൾക്കൊരു വിമുഖതയാണ്, ബാക്കി എല്ലാവരോടും നാട്ടുകാരോടും സോഷ്യൽ മീഡിയയിലൂടെ പരിചയമില്ലാത്ത ആളുകളോടുമൊക്കെ ചാറ്റ് ചെയ്യാൻ സമയമുണ്ട്, സൗകര്യമുണ്ട്, അപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ ഭർത്താവിൻ്റെ ഉള്ളിലാണെങ്കിലും ഭാര്യയുടെ ഉള്ളിലാണെങ്കിലും ഉടലെടുക്കാം. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു തോന്നലാണ്. ആ ഒരു തോന്നലാണ് സംശയരോഗത്തിലേക്ക് പോകുന്നത്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും വിചാരിക്കും അവൾക്ക് അല്ലെങ്കിൽ അവന് എന്നോട് സ്നേഹമില്ല, വേറെ ആരെയോ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നോട് സംസാരിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം മറ്റാരോടൊക്കെയോ സംസാരിക്കുന്നു എന്നതാണ്. എന്നോട് ചാറ്റ് ചെയ്യാൻ സമയമില്ല, അതിൻ്റെ അർത്ഥം മറ്റാരോടൊക്കെയോ ചാറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ന ഒരു തെറ്റായ നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ആ നിഗമനത്തിൽ നിന്നുകൊണ്ടായിരിക്കും പിന്നീട് അവരുടെ ഓരോ പ്രതികരണങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ ദിവസവും വഴക്കാകും. ഒരു ദിവസം കയ്യിൽ നിന്ന് നിയന്ത്രണം പോകുന്ന ദിവസം ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. ഒരാളെ കുത്തിക്കൊല്ലുകയോ അല്ലെങ്കിൽ ജീവൻ എടുക്കുകയോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത് മാത്രമല്ല, ഈ കുട്ടികളില്ലാത്ത ദമ്പതിമാരും വലിയ രീതിയിലുള്ള മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരുണ്ട്. ആ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷ നേടാനായിരിക്കാം ആ പെൺകുട്ടി, ആ യുവതി പൂച്ചകളെയും നായകളെയും ഒക്കെ വളർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. എന്തായാലും അതിലൊരു പാർട്ണറെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മെഡിക്കൽ റീസണിന്റെ പേരിലായിരിക്കുമല്ലോ 10 വർഷമായിട്ട് കുട്ടികൾ ഇല്ലാതിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഈ ദമ്പതിമാരിൽ ആർക്കാണോ പ്രശ്നം അവരിൽ കടുത്ത രീതിയിൽ ഉണ്ടായിരിക്കും. ഒരു കുറ്റബോധവും ഒരു ബുദ്ധിമുട്ടും ഒക്കെ, ഞാൻ കാരണം എൻ്റെ പങ്കാളിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിക്കാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും നാളായിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരു കുഞ്ഞിനെ ഓമനിക്കാനും കാണാനും സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു നഷ്ടബോധം, ഒരു വിങ്ങൽ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും.
അതിൻ്റെ കൂടെ പങ്കാളിയുടെ കുറ്റപ്പെടുത്തൽ കൂടി വരുമ്പോൾ അത് അസഹനീയമായിരിക്കും. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കുഞ്ഞിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്, അതൊരു മഹാഭാഗ്യമാണ്. അത് കുറേ ആളുകൾക്ക് ആ ഒരു അവസരം ദൈവം എന്തുകൊണ്ടോ കൊടുക്കുന്നില്ല, പ്രകൃതി എന്തുകൊണ്ടോ കൊടുക്കുന്നില്ല. അത് നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ മൂലമൊക്കെ ആയിരിക്കാം. ഇപ്പോൾ ഒരുപാട് ചികിത്സകളൊക്കെ കിട്ടുന്നുണ്ട്. 25, 30, 40 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ള ദമ്പതികളുമുണ്ട്. അതിലേക്ക് വേണ്ടി കാത്തിരിക്കുക. പരസ്പരം ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഞ്ഞായിട്ടിരിക്കുക. അവന് അവളും അവൾക്ക് അവനും കുഞ്ഞായി തീരുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിധിവരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ ഒരാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുറ്റപ്പെടുത്താനുള്ള കാരണങ്ങൾ കണ്ടെത്താനേ നമുക്ക് സമയമുണ്ടാവും. അങ്ങനെ ചെയ്യരുത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതൊരു ശാപമായിട്ട് മാറുന്നത്. അവൾ ഏത് സമയം നോക്കിയാലും ഫോണിലാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കോഴ്സ് പഠിക്കുകയായിരിക്കും. എല്ലാ സമയവും ഫോണിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നതിനർത്ഥം അയാൾ വഴിവിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുകയാണ് എന്നതല്ല. കൊച്ചു കുട്ടികളുടെ സ്ക്രീൻ ടൈമൊക്കെ തീർച്ചയായിട്ടും നിയന്ത്രിക്കണം, അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. പക്ഷേ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ആൾ, അല്ലെങ്കിൽ മാനസികമായിട്ട് പക്വതയിലെത്തിയ ആൾ, അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഫോണൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗിക്കുന്നത്. അത് ഒരു പരിധിക്കപ്പുറം വിലക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുമില്ല. അതവരുടെ ഒരു സ്വകാര്യ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഒരു അവകാശമാണ്, അല്ലേ? അത് എനിക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഞാനൊരു ഗൂഗിളിൽ അത് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണുക, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ ഫോണിനെ ഉപയോഗിച്ചെന്ന് വരാം. അപ്പോൾ ഞാൻ എപ്പോഴും ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് വിചാരിക്കുകയാണ്, ഇവളേത് സമയം ഇതിനകത്താണല്ലോ, എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. ഭർത്താക്കന്മാരാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഭാര്യമാരങ്ങനെ ചിന്തിക്കുന്നതിലും അർത്ഥമില്ല. എന്നാൽ കൃത്യമായിട്ട് ഞാൻ എടുത്തു പറയുകയാണ്, അടിവരയിട്ട് പറയുകയാണ്, കൃത്യമായിട്ട് എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അതിനെക്കുറിച്ച് അവിടെ ഒരു സംസാരം ഉണ്ടാകണം. അതിന് നിയമപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നീങ്ങുകയാണ് വേണ്ടത്. കൃത്യമായിട്ടൊരു കാരണം നിങ്ങൾ കണ്ടെത്തുകയാണ്, ഇവൾക്ക് വേറൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇവന് വേറൊരു ബന്ധമുണ്ട് എന്ന് നിങ്ങളുടെ കൺമുന്നിൽ തെളിവോടുകൂടി നിങ്ങൾ കാണുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കൊല്ലുകയാണോ? ചാകുകയാണോ? അല്ല, ഒഴിവാക്കുക. നിനക്ക് എന്നോടല്ല ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യം, മറ്റൊരാളുമായിട്ടാണ്. നീ ആ ഒരു ജീവിതം തിരഞ്ഞെടുത്തോളുക, എനിക്ക് എൻ്റെ വഴി. അവരെ പിടിച്ചു വെക്കുന്നതിന് പകരം അവരെ സ്നേഹിക്കുമ്പോൾ അങ്ങനെ തിരിച്ച് ഇറങ്ങിപ്പോകാനുള്ള ഒരു ഇടം കൂടി നിങ്ങൾ ഒരുക്കണം. ആ ഒരു ഇടം അവിടെ എപ്പോഴും ഇട്ടേക്കണം. ആ ഒരു വഴി, വന്ന വഴിയെ തന്നെ നിനക്ക് തിരിച്ചിറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എന്നോടൊപ്പം നിനക്ക് സന്തോഷമില്ല, അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഇല്ല എന്നല്ലേ മറ്റൊരു ബന്ധം തേടുന്നതിനർത്ഥം. അപ്പോൾ പിന്നെ നീ അതിലേക്ക് പോവുക. ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ നീ ഇത്രയും ജീവിച്ചത് മതി എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളല്ല അവർക്ക് ജീവൻ കൊടുത്തത്. നമ്മളെ കൊണ്ട് അവർക്ക് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ അനുഭവിക്കാത്തത് ഇനി മറ്റാരും അനുഭവിക്കേണ്ട, നീയും അനുഭവിക്കേണ്ട എന്നുള്ള പിടിവാശിയുടെയും ഒരു ബുദ്ധിയില്ലായ്മയുടെയും വിവരദോഷത്തിൻ്റെയും കൂടി ഒരു സംയോജനം വരുമ്പോഴാണ് ഇങ്ങനെ കൊലപ്പെടുത്തുന്നതിലേക്ക് പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ വിഷ്ണു എന്നത് ഒരു അധ്യാപകനാണ്. 10-12 വർഷത്തോളം കുട്ടികളെ, അതും 18 വയസ്സിന് ശേഷമുള്ള കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ്. അദ്ദേഹത്തിന് അറിയാത്തതല്ല ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്തായി തീരും, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ സമൂഹത്തിലെ അടുത്ത അവസ്ഥ, എൻ്റെ മുന്നോട്ടുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും, എൻ്റെ ജീവിതവും ഇതോടെ തീരുകയാണ് എന്ന് അറിയുന്ന ആൾ തന്നെയാണ്. അറിവില്ലാത്ത ആളല്ല ഇത് ചെയ്തത്. അപ്പോൾ എടുത്തുചാട്ടം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ നഷ്ടം നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്നും വഴക്കിടുന്ന ദമ്പതികളുണ്ട്. എന്നും ഏത് സമയവും തൊടുന്നതും പിടിക്കുന്നതും, ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയല്ലോ. ഇവർക്കുള്ളിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും അതിലൊരു തെറ്റ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഡെയിലി പ്രശ്നങ്ങളായിരിക്കും. ഒരു സമാധാനവും വീട്ടിൽ കാണില്ല. എന്തിനാണ് ഈ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് തോന്നും. വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സമാധാനം ഉണ്ടാകുന്നത്. എന്തൊരു ഗതികെട്ട ജീവിതമാണത്. അങ്ങനെ എല്ലാ ദിവസവും തമ്മിൽ പ്രശ്നമുള്ള ദമ്പതികൾ ദയവ് ചെയ്ത് വിവാഹമോചനം എന്ന ഓപ്ഷനിലേക്ക് എത്തുക. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സുരക്ഷിതമായ ഭാവിക്കും അത് തന്നെയായിരിക്കും നല്ലത്. വിവാഹമോചനം എന്നാൽ എന്തോ വലിയൊരു തെറ്റാണ്, എൻ്റെ ജീവിതം നഷ്ടപ്പെടുകയാണ് എന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട. ചില സമയങ്ങളിൽ വളരെ ഉചിതമായ തീരുമാനം വിവാഹമോചനം തന്നെയാണ്. ഒരാളെ കൊലപ്പെടുത്തുന്നതിനേക്കാളും സ്വന്തം ജീവനും ജീവിതവും ഭാവിയും ഒക്കെ ഇരുട്ടിലാക്കുന്നതിനേക്കാളും നഷ്ടമാക്കുന്നതിനേക്കാളും എത്രയോ നല്ലൊരു തീരുമാനമാണ് വിവാഹമോചനം എന്നത്. അപ്പോൾ
ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചത്. നമ്മൾ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടോ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ കരഞ്ഞിട്ടോ അയ്യോ എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് വ്യാകുലപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇത് സംഭവിക്കാൻ കാരണമെന്ന് നമ്മുടെ ബുദ്ധിയിൽ നിന്ന്, നമ്മുടെ തലച്ചോറിനുള്ളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ഇനി മറ്റൊരാൾക്ക് ആവർത്തിക്കാതിരിക്കാൻ, മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. എപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ പ്രേക്ഷകരോടും അത്തരം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാറുള്ളത്. ഏതായാലും എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതും.